കുട്ടികളെ ഈ മോളെന്തോ പറയാം, എന്താ മോളെ? കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പത്രം എടുത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ കുറഞ്ഞൊരു ഞങ്ങൾ ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്, SPC കേഡറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ പത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഒരു 2 വാർത്തയെങ്കിലും ലഹരിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 25 വയസ്സിനും 20 വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരെ സ്കൂളിന്റെ വരാന്തയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടാൽ എന്താ ചെയ്യുക? നബരി മിഠായി തരാമെന്ന് പറയും, ലഹരി കലർത്തിയ ചോക്ലേറ്റ് തരാമെന്ന് പറയും. അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ആദ്യം നമ്മളത് അധ്യാപകരോട് പറയാം, അതിന്റെ ബാക്കി കാര്യങ്ങൾ വഴിയായിരിക്കും നിന്ന് ഒരാൾ പറയാം, ഒരു അങ്കിള് പറയാ നിങ്ങൾക്ക് നല്ല മിഠായി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരെണ്ണം തരട്ടെ എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ എതിർക്കണം. വാങ്ങിച്ചു കഴിക്കുവോ? ഇല്ല, കഴിക്കില്ല. ഉറപ്പാ. ഓക്കെ. ഇവിടെ ഈ വിഷയത്തിൽ നാർക്കോട്ടിക്സിലെ ഡിവൈഎസ്പി തന്നെയുണ്ട്, വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചായിരുന്നു. ഓക്കെ, നന്നായി. ഇന്നലെ രാത്രി പോയി വല്ല ജോലിയും ചെയ്തോ? പിന്നെ നമുക്ക് എപ്പോഴും ജോലിയാണ്, 24 hours നമ്മളും ജോലിയാണ്. അല്ലെ, നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതൊക്കെയാണ് ആൾക്കാർക്കുള്ള ഒരു ആകാംക്ഷ. തീർച്ചയായിട്ടും നമുക്ക് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സങ്ങളുമില്ല. നമുക്ക് 100% നമ്മളെ അഴിച്ചുവിട്ടിരിക്കുന്ന പോലെയാണ്. നമ്മളിപ്പോ മാക്സിമം മാൻ പവർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് മാക്സിമം കേസുകൾ അഴിച്ചുവിട്ടുണ്ടോ? റിസൾട്ട് ഉണ്ടോ? റിസൾട്ട് ഉണ്ട്, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ട്. കോട്ടയം ജില്ല നമ്മളെ മൊത്തം അഴിഞ്ഞുപോയി അല്ലേ എന്ന് പറയരുത്. അല്ലല്ല, കോട്ടയം ജില്ലയിൽ ഒരു ഡ്രഗ് ഫ്രീ ഡിസ്ട്രിക്ട് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് ഇപ്പൊ ജില്ലാ പോലീസ് മേധാവി ഷാവുൽ ഹമീദ് സാറാണ്, അദ്ദേഹം അഡീഷണൽ ആയിട്ട് കൂടുതൽ മാൻ പവർ ഇതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു കാര്യം, 100-ലധികം പേരെ ഇതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കാര്യം സ്ട്രേറ്റ് ചോദിക്കട്ടെ, AJ തോമസ് കേട്ടോ, അദ്ദേഹം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസാണ്. നമ്മുടെ സജി മഞ്ഞക്കടമ്പനാണ് അത് പറഞ്ഞത്. അതായത് അദ്ദേഹം വ്യക്തിപരമായി എടുക്കേണ്ടത്, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചില ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ തന്നെ വലിയൊരു പരാതി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പരിശോധിക്കാൻ പോലീസിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു സ്ഥലത്തും പരിശോധിക്കുന്നതിന് പോലീസിന് യാതൊരു തടസ്സവുമില്ല. നമുക്ക് വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഏത് സ്ഥലത്തും പരിശോധിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, സജി മഞ്ഞക്കടമ്പൻ നമ്മോട് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം അത് നിങ്ങൾക്ക് എഴുതി തന്നാൽ നിങ്ങൾക്ക് പരിശോധന നടത്താമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വ്യക്തമായ ഇൻഫർമേഷൻ നമ്മളായ സോഴ്സ് കണ്ടെത്തും. നമുക്കിപ്പോ ഒരാൾ വിളിച്ച് ഒരാളൊരു പരാതി തന്നാൽ നിങ്ങളുടെ മോഡസ് ഓപ്പറandi എങ്ങനെയാണ്? നമ്മളൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ ഉണ്ട്. നമ്മളത് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ശ്രീ സജി മഞ്ഞക്കടമ്പൻ അദ്ദേഹം പോയോ? പോയി ഓടിയതൊന്നുമല്ല, അതേ അവിടെ നിങ്ങൾ ഇപ്പൊ രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടെന്ന് അദ്ദേഹത്തിന്, അദ്ദേഹം ഒരു നേതാവല്ലേ ഇപ്പൊ. അപ്പൊ അദ്ദേഹം പരാതി കൊടുക്കട്ടെ, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. അല്ല, ഇവിടുത്തെ നിയമത്തിന്റെ വിഷയമാണ്. കാരണം 1 കിലോയിൽ പിടിച്ചാൽ മാത്രമേ ഈ പ്രതി അകത്തു പോകത്തുള്ളൂ. അതിന് താഴോട്ടുള്ള എത്ര ഗ്രാം പിടിച്ചാലും ആ നിമിഷം തന്നെ ജാമ്യം എടുത്തു പോകും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പോകുന്നത്. അതേസമയം എന്തുമാത്രം പിടിച്ചാലും 1